സിമ്പിൾ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വലിയ വലിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന പ്ലേ സ്റ്റോറിലുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നേക്കുന്നത്. സോ ആരും തന്നെ മിസ്സാക്കണ്ട. നിങ്ങൾ വേറെ APKയും കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, അല്ലാണ്ട് വേറെ സൈറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട. പ്ലേ സ്റ്റോറിലുള്ള ഒരു വെരിഫൈഡ് ഏണിംഗ് ആപ്ലിക്കേഷൻ വഴി നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ തമ്പനയിലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്ന പോലെ ജസ്റ്റ് ക്ലിക്ക് ബൈറ്റ് അല്ലത്. 3600 രൂപ നമുക്കൊരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പോട്ടെ ഒരു മാസം കൊണ്ടെങ്കിലും നമുക്ക് ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള ആപ്ലിക്കേഷനൊക്കെ 1, 2, 3 രൂപയൊക്കെ തരുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് വീഡിയോ മാക്സിമം വരെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ബെനിഫിറ്റും പറയുന്നുണ്ട്, ഡീമെറിറ്റ്സും പറയുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തതിനു ശേഷം മാത്രം പോയി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്, ലിങ്കും കാര്യങ്ങളൊക്കെ. അപ്പം ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടുന്ന് YouGov എന്നാണ്. ഓക്കെ, YouGov എന്നാണ്. ഒരു റെഡ് കളറുള്ള ഒരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾ കാണാൻ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. ഓപ്പണും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഏത് റീജിയനിലുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ത്യ ആവട്ടെ, കൊളംബിയ ആവട്ടെ, അർജന്റീന ആവട്ടെ, പോർച്ചുഗൽ ആവട്ടെ, അങ്ങനെ ഈ ലോകത്തുള്ള എവിടെ വേണമെങ്കിലും ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ റീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ എന്താ പറയുക, ഓരോരോ ഒന്നെങ്കിൽ നമ്മൾ മൊബൈൽ നമ്പർ വെച്ചോ അല്ലെങ്കിൽ ഇമെയിൽ വെച്ച് സൈനപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. നമ്മൾ എന്നാണ് ഉണ്ടായത്, അതേപോലെ തന്നെ വീട് എവിടെയാണ്, നാഷണാലിറ്റി ഏതാണ്, അങ്ങനത്തെ ഒക്കെ ചോദ്യം ചോദിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനത്തെ ഓരോ ചോദ്യത്തിന് നമുക്ക് 5, 10, 25 പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കിതിനകത്ത് YouCoins തന്നെയാണ് കിട്ടുന്നത്, അതായത് കോയിൻസ് ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കവിടെ കുട്ടി ചോദ്യങ്ങൾ തുടക്കത്തിൽ തന്നെ ഏകദേശം 5, 4 ചോദ്യങ്ങളേ ഉള്ളൂ. അത് തന്നെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സൈന ബോണസ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ജെൻഡർ ഏതാണ്, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ 5, 25, 30 കോയിൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ സൈൻ അപ്പ് ബോണസ് ആയിട്ട് 25 കോയിൻസും കിട്ടുന്നുണ്ട്, നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും ആ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ. സിമ്പിളായ ഇൻ്റർഫേസ് ആണ്, വേറെ ഒരു ഓപ്ഷനും ഇല്ല. നമുക്കവിടെ റിസർച്ച് സർവേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അവിടെ സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു സർവേ കിട്ടുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു 1-2 ദിവസം വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ കാണാൻ സാധിക്കും നമുക്കവിടെ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 50 പോയിന്റ്സ് ആണ് കിട്ടുന്നതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു 25 അല്ലെങ്കിൽ ഒരു 26, അതായത് 1998, 1997 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. കാരണം കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാർക്കാണ് കൂടുതൽ സർവീസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ സർവേ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്, സിമ്പിളായ ചോദ്യങ്ങളാണ്, ഒത്തിരി ലാഗില്ല. ഒരു 100 ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല. എന്നോട് ഈ 50 പോയിന്റ്സിന്റെ ചോദ്യത്തിന് ഏകദേശം 10 ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് എനിക്കറിയാമല്ല. 10 ക്വസ്റ്റ്യൻ കഷ്ടി എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് വലിയ വർക്കൊന്നും പറയാനില്ല. പിന്നെ നമ്മൾ ഇരുന്ന് വായിച്ച് അത് പഠിച്ച് ആൻസർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അപ്പോൾ അതിന് നിങ്ങൾ ആൻസർ ചെയ്യുക. പിന്നെ നിങ്ങൾ മാറിയൊന്നും ആൻസർ ചെയ്യുക. മാക്സിമം നിങ്ങൾ വായിച്ചുകൊണ്ട്, അതായത് സംഭവം എന്താണെന്ന് അത്യാവശ്യം മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. ഇവിടെ കൊണ്ടുപോയി മെയിലൊന്നും കൊടുത്തു, അപ്പുറത്തെ ചോദ്യം കൊണ്ട് ഫീമെയിൽ കൊടുത്തു, എന്നിട്ട് വേറൊരു ചോദ്യം ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കൊടുത്താൽ അത് നടപടിയാവുന്ന കേസല്ല. ഒരെണ്ണത്തിനകത്ത് മാരീഡ് കൊടുത്തു, ഒരെണ്ണത്തിനകത്ത് നമുക്ക് എന്താ പറയുക സിംഗിൾ ആണെന്ന് കൊടുത്തു, അതൊന്നും അങ്ങനെ നടപടിയാവുന്ന കാര്യമല്ല. സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. സിമ്പിളായിട്ടുള്ള ചോദ്യം അവർ ചോദിക്കുകയുള്ളൂ. അതോടൊപ്പം ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അവരുടെ സർവേ എങ്ങനെയുണ്ട്, സെറ്റപ്പ് ആണോ, അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊരു 8, 9 ആ റേഞ്ചിൽ കൊടുക്കുക. നിങ്ങളത് 1, 2 ഒക്കെ ആക്കി കൊടുത്താൽ സത്യം പറഞ്ഞാൽ അവരുടെ എന്ന് വെച്ചാൽ അവരെ പ്രോത്സാഹിപ്പിക്കണമല്ലോ. എന്നാൽ അവരുടെ കയ്യിൽ നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് അവർക്കിട്ട് താങ്ങുന്നത് ശരിയല്ലോ. സോ നിങ്ങളൊരു 8, 9, 7 ആ ഒരു റേഞ്ചിൽ റേറ്റിംഗ് കൊടുക്കുക. അപ്പോൾ എൻ്റെ അവിടെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 50 കോയിൻസ് അവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ലൈവായിട്ടാണ് കാണിച്ചു തന്നേക്കുന്നത്. നമ്മളങ്ങനെ ബാക്കിയുള്ള ആപ്ലിക്കേഷനെ പോലെ ഡിസ്ക്വാളിഫൈ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല ഈ ഒരു ആപ്ലിക്കേഷന്.
അപ്പോൾ ഇനി എനിക്ക് അവിടെ സർവീസ് ഇല്ല, കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് സർവീസും കാര്യങ്ങളും വരുള്ളൂ. കുറേ നാളല്ല, ചിലപ്പോൾ നാളെ വരും, അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് വരും, അങ്ങനെയൊക്കെ വരും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുക, മാക്സിമം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഓരോ സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ആ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുകയാണ്. അപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് എക്സ്പ്ലോർ റിവാർഡ്സ് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. നമുക്കവിടെ 3600 രൂപയാണ് മിനിമം റെഡീം വരുന്നത്, മാക്സിമം റെഡീമും അത് തന്നെയാണ്. വെറും 5000 കോയിൻസ് ഏൺ ചെയ്താൽ മതി. ഈ ഒരു 5000 കോയിൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഏൺ ചെയ്യാൻ പറ്റത്തില്ല, അതാദ്യം മനസ്സിലാക്കുക. മേ ബി 1 മന്ത് 2 മന്ത് 3 മന്ത് ഒക്കെ എടുക്കും. പക്ഷെ ഡെയിലി ഒരു 2 മിനിറ്റത്തെ കാര്യമുള്ളൂ എന്ന് ഓർക്കണം. ഓക്കെ, ഡെയിലി ഒരു 2 മിനിറ്റ് നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾക്കൊരു 1 അല്ലെങ്കിൽ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ 3600 രൂപ കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് ഫ്ലിപ്കാർട്ടിലേക്ക് വിഡ്രോ ചെയ്യാം, ലേവീസ് കാർട്ട് ഉണ്ട്, അതേപോലെ തന്നെ നൈക്കി ഉണ്ട്, പിന്നെ ബുക്ക് മൈ ഷോ, അങ്ങനെ കുറേ മേക്ക് മൈ ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചില സമയത്ത് ഇതിനകത്ത് UPI അവർ കൊണ്ടുവരും, ചില സമയത്ത് വേറെ ഫോൺ പേ കൊണ്ടുവരും, പേപ്പാൽ കൊണ്ടുവരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാം. കുറേ നാളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. സോ പെട്ടെന്നൊന്നും പൂട്ടിപ്പോകും നിങ്ങൾ വിചാരിക്കേണ്ട, കുറേ വർഷങ്ങളായി. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾ ഡെയിലി കുറച്ച് നേരം നിങ്ങൾ ഇതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ, ബാക്കിയുള്ള ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കുറച്ച് നേരം യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവത്തില്ല. അതാണ് ഈ ആപ്ലിക്കേഷൻ ഏറ്റവും വലിയ മെറിറ്റ്. അവർ പറയുന്ന കോയിൻസ് നമ്മൾ അത്യാവശ്യം നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഫുൾ പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്, നമുക്ക് മിനിമം റെഡീം എന്ന് പറയുന്നത് 3600 രൂപയാണ്. അച്ചീവ് ചെയ്യാൻ കുറച്ച് പാടാണ്. പിന്നെ മാക്സിമം റെഡീമും അത് തന്നെയാണ്. അതാണ് എനിക്ക് ആകെയായിട്ടുള്ളൊരു ഡീമെറിറ്റ് തോന്നിയത്. പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ ഡെയിലി 1-2 ഒക്കെ വരുള്ളൂ. ചില ദിവസങ്ങൾ വരത്തുമില്ല, ചില ദിവസങ്ങൾ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ വരത്തുള്ളൂ. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിടുക. അവിടെ നമുക്ക് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ സെറ്റിംഗ്സിൽ അവിടെ നമുക്ക് ഹിസ്റ്ററി കാണാൻ സാധിക്കും കേട്ടോ. അതോടൊപ്പം നമുക്ക് അവിടെ കാണാൻ സാധിക്കും സെറ്റിംഗ്സിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. നോട്ടിഫിക്കേഷൻ്റെ സംഭവങ്ങളൊക്കെ എനേബിൾ ആക്കി ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ സാധിക്കും പോയിന്റ്സും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ആവുന്നത്, അതേപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്ന കാണാൻ സാധിക്കും. ചില സമയത്ത് നിങ്ങൾ എന്നും തന്നെ ഡെയിലി കയറി നോക്കുക, സർവീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഡെയിലി നോക്കുക, കാരണം നമ്മുടെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡീമെറിറ്റ് ആയിട്ട് തോന്നിയ 2 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, മറ്റേ മിനിമം റെഡീം എന്ന് പറഞ്ഞാൽ 3600 കുറച്ച് അച്ചീവ് ചെയ്യാൻ പാടാണ്. പക്ഷെ നിങ്ങളെ കൊണ്ട് ശ്രമിച്ചാൽ സാധിക്കും, ഒരു 1-2 മാസം കൊണ്ട് തന്നെ സാധിക്കും. പിന്നെ എനിക്ക് ഡീമെറിറ്റ് ആയി തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ സർവേയുടെ ഒരു ദാരിദ്ര്യം, അതും കൂടെ ഒഴിച്ചു വെക്കുവാണെങ്കിൽ സൂപ്പർ ആപ്ലിക്കേഷനാണ്. എല്ലാവരും തന്നെ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. പേയ്മെന്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ പ്രവീൺ സൈനിങ് ഔട്ട്. ബൈ.